ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വീണ്ടും ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു ദി ഹങ്കർ ട്രാവലർ. ആദ്യം തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു സബോള എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. വളരെ നൈസാക്കി കട്ട് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് നമ്മുടെ സബോള നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് തക്കാളിയാണ്. ഇപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയും ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ മുട്ടയില്ലാതെ ഒരു ബ്രെഡിൻ്റെ ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് കുറവുള്ള പച്ചമുളകാണെങ്കിൽ 2 എടുത്തുള്ളൂ. പിന്നെ വളരെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയില ഇഷ്ടമുള്ളവർ കൂടുതലിടാം. ഇവിടെ വളരെ ഇഷ്ടമില്ലാത്തതാണ്, അപ്പോൾ അതുകൊണ്ട് കുറവിട്ടത്. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് ഒരു പാത്രത്തേക്ക് മാറ്റാം. അതായത് സബോള, പച്ചമുളക്, തക്കാളി ഇതൊക്കെ അരിഞ്ഞു വെച്ചതൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം ഒരു 3 വലിയ സ്പൂണ് കടലമാവ് ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു മാവ് പോലെ നമുക്ക് കലക്കിയെടുക്കണം കേട്ടോ. കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്ത് വന്നപ്പോൾ മാവ് ഇത്തിരി കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു 2 വലിയ സ്പൂണും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മാവ് പരുവത്തിന് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഒരു വലിയ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇത് ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഇതിനൊരു പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും കൊടുക്കുന്നതാണ് നമ്മുടെ ഈ സ്നാക്സിന് കേട്ടോ. അപ്പോൾ ഇത് മിസ് ചെയ്യല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ ബ്രെഡ് സ്ലൈസസ് വേണമെങ്കിൽ നിങ്ങൾക്ക് മുറിച്ചിട്ട് ഇതേപോലെ ഇതിനകത്ത് മുക്കിയിട്ട് വറുത്തെടുക്കാം. ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഫുൾ സ്ലൈസായിട്ട് ഇതിനകത്ത് മുക്കി ഓരോ സൈഡ് മറിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. വല്ലാണ്ട് ഗോൾഡൻ കളർ ആവരുത്. അപ്പോൾ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് വേവാനേ പാടുള്ളൂ. അപ്പോൾ 2 ഭാഗവും നന്നായി തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല ഇഷ്ടമായി എല്ലാവർക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നമുക്ക്. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.